ഹായ് ഹലോ വെൽക്കം ടു മാനസീസ് മാത്സ് സൊല്യൂഷൻ. ഇന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഫങ്ഷൻസ് കോംപ്ലക്സ് ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് സം പ്രോബ്ലംസും സോൾവ് ചെയ്തു. ആൻഡ് ഫങ്ഷൻ വാല്യൂ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് അനലിറ്റിക് ഫങ്ഷൻസിലോട്ട് പോകാനാണ്. ആൻഡ് ബിഫോർ ദാറ്റ് അനലിറ്റിക് ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് ലിമിറ്റ് ഓഫ് എ ഫങ്ഷൻ, കണ്ടിന്യൂറ്റി ഓഫ് ഫങ്ഷൻ, ഡിഫറൻസിയേഷൻ ഓഫ് ഫങ്ഷൻ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ലിമിറ്റ് ഈ ഒരു ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പഠിച്ചു വെക്കുക. പ്രോബ്ലംസിലാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. എ ഫങ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് സെഡ് ടു ഹാവ് the limit L as Z approaches a point Z0 if for each positive real epsilon we can find a positive real delta such that for all Z not equal to Z0 in the disk mod Z minus Z0 less than delta we have modulus of f of Z minus L is less than epsilon. And we write limit Z10 to Z0 f of Z is equal to L. ഒന്നുമില്ല, ഇങ്ങനെ ചിന്തിച്ചാൽ മതി. Z0 അപ്രോച്ച് ചെയ്യുമ്പോൾ ഫങ്ഷൻ വാല്യൂ എഫ് ഓഫ് സെറ്റ് ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് വാല്യൂവിലോട്ട്, ഒരേ ഒരു വാല്യൂവിലോട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, സം വാല്യൂ എല്ലിലോട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആ വാല്യൂവിനെയാണ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് ദ പോയിന്റ് Z0 എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ നടക്കുന്നത് പോലെ ഇമാജിൻ ചെയ്താൽ മതി. സെറ്റിൽ നിന്ന് Z0 നടന്ന് പോകുമ്പോൾ എഫ് ഓഫ് സെറ്റിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഫൈനൈറ്റ്, ഒരേ ഒരു ഫൈനൈറ്റ് വാല്യൂയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാല്യൂവിനെയാണ് നമ്മൾ ലിമിറ്റ് ഓഫ് ദാറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സേ ദ കണ്ടിന്യൂറ്റി ഓഫ് എ ഫങ്ഷൻ. A function f of z is said to be continuous at Z0. ഫങ്ഷൻ എ പെർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂസ് ആവുന്നത് എപ്പോഴാണെന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ലിമിറ്റ് വാല്യൂ എഫ് ഓഫ് സെറ്റിന് ഈക്വൽ ആവുകയാണെങ്കിൽ നമ്മൾ ആ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഓക്കെ, ദ ലിമിറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് Z0 ആണെങ്കിൽ ആ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ Z² എടുത്ത് നോക്കുക, Z². അപ്പോൾ Z ടെൻഡിങ് ടു Z² എങ്ങോട്ട് അപ്രോച്ച് ചെയ്യും? A² അപ്രോച്ച് ചെയ്യും അല്ലേ? സോ ഇവിടെ നോക്കിക്കേ, ലിമിറ്റ് Z ടെൻഡിങ് ടു Z² ഈക്വൽ ടു A² ആണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ ഈക്വൽ ടു ഫങ്ഷൻ വാല്യൂ കൂടെ അല്ലേ? സോ Z² ഈസ് കണ്ടിന്യൂസ്. പോളിനോമിയൽസ് എല്ലാം തന്നെ കണ്ടിന്യൂസ് ഫങ്ഷനാണ്. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞു വെക്കേണ്ട കാര്യം. ഇതിൻ്റെ മേലുള്ള കൂടുതൽ ഡിസ്കഷൻ ഒന്നും വേണ്ട. ബേസിക്കായിട്ട് റിയലിൽ നമ്മൾക്ക് ഏതെല്ലാം കണ്ടിന്യൂറ്റി ഉണ്ടോ അതൊക്കെ ഓർത്ത് വെച്ചേക്കാം. ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? സൈൻ സെറ്റ്. പിന്നെ എന്താണ്? കോസ് സെറ്റ്. പിന്നെ നമ്മൾക്ക് പോളിനോമിയൽസിന് ജനറൽ ഫോം എങ്ങനെയാണ് വരുന്നത്? an z⁻n plus an-1 z⁻n-1 plus etc plus a1z plus a0. ഈ ഫോമിൽ വരുന്നതെല്ലാം പോളിനോമിയലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ n is equal to 3 എടുത്തെന്ന് വിചാരിക്കാം. എന്നാൽ എന്ത് വരും? a3 z⁻3 plus a2 z⁻2 plus a1 z plus a0 എന്ന് വരും. ഇതിൽ തന്നെ ഞാൻ a3 ഈക്വൽ ടു 3 എന്നും a2 ഈക്വൽ ടു 4 എന്നും a1 ഈക്വൽ ടു i എന്നും a0 ഈക്വൽ ടു 2i എന്നും എടുക്കുകയാണെങ്കിൽ എനിക്കിതിനെ എങ്ങനെ എഴുതാം? 3z³ plus 4z² plus iz plus 2i എന്ന് വരും. അപ്പോൾ ദിസ് ഇസ് എ പോളിനോമിയൽ. അപ്പോൾ ഞാനിതിൽ 4 മാറ്റിയിട്ട് -4 കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ -4 കൊടുക്കുമ്പോൾ എന്താണ് വരുന്നത്? ആ പൊസിഷനിൽ -4z² എന്ന് വരും അല്ലേ? സോ ഇറ്റ് ഈസ് ഓൾസോ എ പോളിനോമിയൽ. ഈ ഫോമിലുള്ള പോളിനോമിയൽസ് എല്ലാം കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. ഇനി അതുപോലെ അറിഞ്ഞു വെച്ചിരിക്കേണ്ട ഒരു കാര്യം, 1/z
1/z ഫ്രാക്ഷനാണ് വരുന്നത് അല്ലേ. എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 1/z വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തറിയാം, ഡിനോമിനേറ്ററിൽ ഒരു ഫംഗ്ഷന് ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിനോമിനേറ്ററിൽ 0 വന്നാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. നമുക്ക് 0 വെച്ച് ഒരു നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടെ ഡിനോമിനേറ്ററിൽ 0 വരുമ്പോൾ ഒരിക്കലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവില്ല. അതായത് z ഈക്വൽ ടു 0 ആവുന്നേരം ഫംഗ്ഷൻ കണ്ടിന്യൂസും അല്ല ഡിഫൈൻഡും അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 1/z - a എടുത്തു എന്ന് എഴുതുക. അപ്പോൾ 1/z - a എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്, 1/z - aയിൽ നമ്മളുടെ ഡിനോമിനേറ്ററിൽ 0 വരുമ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്താണുള്ളത്, z - a. അപ്പോൾ z - a ഈക്വൽ ടു 0 വരുമ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല, ഡിഫൈൻഡ് അല്ല. സോ z is equal to a അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, z is equal to a എന്ന് കിട്ടും. സോ z is equal to a, this function is not defined. Okay. ഇനി f of z is equal to 1/z - 2 into z - 3 ഉണ്ടെന്ന് കരുതുക. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നേരത്തെ ചിന്തിച്ചതുപോലെ തന്നെ നോക്കുക, ഡിനോമിനേറ്റർ മൊത്തത്തിൽ എടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 0 വന്നാൽ നമ്മൾക്ക് എന്താണ്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകത്തില്ല, ഡിഫൈൻഡ് ആകത്തില്ല. സോ z - 2 into z - 3 ഈക്വൽ ടു 0 വരുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഏതൊക്കെ കേസിലാണ് വരിക, ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് a into b ഈക്വൽ ടു 0 വന്നാൽ എന്താണ്, ഒന്നുകിൽ a ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലെങ്കിൽ b ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്ത് വരും, z - 2 ഈക്വൽ ടു 0 ആവുക, അല്ലെങ്കിൽ z - 3 ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഇതിൽ രണ്ടിൽ നിന്നും നമ്മൾക്ക് എന്ത് കിട്ടും, z is equal to 2 എന്നും z is equal to 3 എന്നും കിട്ടും. അപ്പോൾ ഈ രണ്ട് കേസസിൽ z is equal to 2 and 3 ആവുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. സോ അറ്റ് ദാറ്റ് പോയിന്റ്സ് ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് ആ ഒരു അത്രയും ടേംസ് ഒന്ന് ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡെഫിനേഷനൊക്കെ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ ആവശ്യമുള്ളൂ. അതും ഈ കണ്ടിന്യൂറ്റി ഒന്നും ചോദിക്കാൻ ചാൻസും ഇല്ല. നമ്മളല്ലോ മെയിനായിട്ട് അനലിറ്റിക് ഫംഗ്ഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഡെറിവേറ്റീവ് നമ്മൾ റിയലിൽ പഠിച്ചതുപോലെ തന്നെയാണ് വരുന്നത്. ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഡിഫറൻസിയേഷൻ കാൽക്കുലസിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ റിയൽ നമ്പേഴ്സ് ആയിരുന്നു വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നത്, പക്ഷെ ഇവിടെ കോംപ്ലക്സ് നമ്പേഴ്സ് വെച്ച് ചെയ്യുന്നതിനുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്കൊരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് എന്ന് പറയണമെങ്കിൽ, ഇപ്പോൾ പെർട്ടിക്കുലർ പോയിന്റ് z0 എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയണമെങ്കിൽ നമ്മൾക്ക് എഫ് ഡാഷ് ഓഫ് z0 is equal to limit z delta z tending to 0 f of z0 plus delta z minus f of z0 by delta z. ഈ എഴുതിയിരിക്കുന്നതിൻ്റെ ലിമിറ്റ് ഈ ഒരു പോയിന്റ് z0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എഫ് ഡാഷ് ഓഫ് z0 എന്ന് എഴുതുന്നത്. ഓക്കെ. ലിമിറ്റ് ഡെൽറ്റ ടെൻഡിങ് ടു 0 എഫ് ഓഫ് z0 പ്ലസ് ഡെൽറ്റ z മൈനസ് എഫ് ഓഫ് z0 ബൈ ഡെൽറ്റ z എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലിമിറ്റ് വാല്യൂ ആണ് എഫ് ഡാഷ് ഓഫ് z, ദ ഡെറിവേറ്റീവ് വാല്യൂ ഓഫ് z0 എന്ന് പറയുന്നത്. അങ്ങനെ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ദ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ദ പോയിന്റ് z0 എന്ന് പറയും. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ് എന്നത് ഓർത്ത് വയ്ക്കുക. എന്നാൽ എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻസും ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല എന്ന് ഓർത്ത് വെച്ചേക്കണം. ഇതിനെല്ലാം എക്സാമ്പിൾ നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡിഫറൻസിയേഷൻ്റെ ഡെഫിനേഷൻ ഞാനൊന്ന് പറഞ്ഞല്ലോ, ഒന്നുകൂടെ ഉണ്ട്, നമുക്ക് ഇതിനെ തന്നെ റീഡിഫൈൻ ചെയ്യാൻ പറ്റും. എ ഫംഗ്ഷൻ എഫ് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് z0 if f dash of z0 is equal to limit z tending to z0 f of z minus f of z0 by
സെറ്റ് മൈനസ് സെറ്റ് നോട്ട്. അതായത് ഈ ലിമിറ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാല്യൂവിനെയാണ് നമ്മൾ എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്നതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഡെഫിനേഷൻ ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഈ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം എക്സ് റേസ് ടു എന്നിൻ്റെ ഡിഫറൻസിയേഷൻ n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ആണെന്ന് അല്ലേ. അപ്പോൾ എക്സിന് പകരം നമ്മൾ എന്താണ് സെഡ് വെച്ചിട്ടാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ചെയ്യുക. അപ്പോൾ സെഡ് റേസ് ടു n എന്ന് പറയുന്നത് n ഇൻറ്റു സെഡ് റേസ് ടു n മൈനസ് 1 തന്നെ ഈക്വൽ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾക്ക് n ഈക്വൽ ടു 2 എടുക്കുമ്പോൾ സെഡ് സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ 2z റേസ് ടു 2 മൈനസ് 1, അതായത് 2z വരും അല്ലേ. ഇങ്ങനെ എഴുതാം. എന്നിരുന്നാലും നമ്മൾക്ക് ഇപ്പം നമ്മൾ ഒരു ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഡെഫിനേഷൻ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ആ ഒരു ഫംഗ്ഷൻ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, ബൈ ദ ഡെഫിനേഷൻ ഓഫ് ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ, ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ ഫംഗ്ഷൻ സെറ്റ് നോട്ടിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. ആൻഡ് ദ ഡെറിവേറ്റീവ് വിൽ ബി ഈക്വൽ ടു ദിസ് ലിമിറ്റ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കൊന്നും ഇവിടെ ആ ഒരു ലിമിറ്റാണ് ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇവിടെ കൺസിഡർ ലിമിറ്റ് ഡെൽറ്റ ടെൻഡിങ് ടു ഡെൽറ്റ സെറ്റ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് മൈനസ് എഫ് ഓഫ് സെറ്റ് ബൈ ഡെൽറ്റ സെറ്റ്. ഇത് കൺസിഡർ ചെയ്യുക. ഇനി ഇതിൽ എഫ് ഓഫ് സെറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെറ്റ് സ്ക്വയർ എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് ഹോൾ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. സോ സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് ഹോൾ സ്ക്വയർ മൈനസ് സെറ്റ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ്. ഓക്കെ, ആൻഡ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്തായിരുന്നു? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? സെറ്റ് സ്ക്വയർ പ്ലസ് 2z ഡെൽറ്റ സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് ഹോൾ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ദെൻ മൈനസ് സെറ്റ് സ്ക്വയർ ബൈ ഡെൽറ്റ സെറ്റ്. ഇവിടെ സെറ്റ് സ്ക്വയർ മൈനസ് സെറ്റ് സ്ക്വയർ വരുന്നില്ല. സോ അത് രണ്ടും ക്യാൻസൽ ആയിട്ട് പിന്നെ എന്താണുള്ളത്? 2z ഡെൽറ്റ സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ്. ഡെൽറ്റ സെറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഡെൽറ്റ സെറ്റ് ക്യാൻസൽ ആയിട്ട് പിന്നെ എന്താണ്? 2z പ്ലസ് ഡെൽറ്റ സെറ്റ് ഉണ്ടായിരിക്കുക. ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഡെൽറ്റ സെറ്റ് ടെൻഡിങ് ടു 0 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 0. എന്ത് കിട്ടുന്നു? 2z. സോ ഇതാണ് എഫ് ഡാഷ് ഓഫ് സെറ്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്താണ്, ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷൻ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഈ സാധനം ഇങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് എഴുതി വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി സം റൂൾസ് ഉണ്ട് നമുക്ക് ഡിഫറൻസിയേഷൻ ഓൾറെഡി അറിയുന്നതാണ്. അന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് എടുത്തു കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന സം കോൺസ്റ്റൻ്റ് ആണെന്ന് എഴുതുക. അപ്പോൾ സി ഇൻറ്റു എഫിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്, ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ദാറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു എഫ് ഡാഷിന് ഈക്വൽ ആണ്. ഓക്കെ, ആൻഡ് എഫ് പ്ലസ് ഓർ മൈനസ് ജി ഡാഷ് എന്ന് പറയുന്നത് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് പ്ലസ് ഓർ മൈനസ് ജി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? എഫിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ഓർ മൈനസ് ജിയുടെ ഡെറിവേറ്റീവ് ഈക്വൽ ആണ്. ഇവിടെ പ്ലസ് ആണുള്ളതെങ്കിൽ ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ് ആണുള്ളതെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സി സെഡ് സ്ക്വയർ എടുത്തു എന്ന് കരുതുക. ഓക്കെ, സി സെഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്തിന് ഈക്വൽ ആയിരിക്കും? കോൺസ്റ്റൻറ്റ് ഇൻറ്റു സെഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, അതായത് 2z. ഇനി സെഡ് സ്ക്വയർ പ്ലസ് 2z എടുത്തോ. സെഡ് സ്ക്വയർ പ്ലസ് 2zൻ്റെ ഡെറിവേറ്റീവ് എന്തിന് ഈക്വൽ ആയിരിക്കും? എഫ് പ്ലസ് ജി ഡാഷ് ആണെങ്കിൽ എഫ് ഡാഷ് പ്ലസ് ജി ഡാഷിന് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ സെഡ് സ്ക്വയർ പ്ലസ് 2zൻ്റെ ഡെറിവേറ്റീവ് എന്തിന് ഈക്വൽ ആയിരിക്കും?
ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. ദെൻ ഇവിടെ പ്ലസ് ആണുള്ളത്, സോ ഞാൻ പ്ലസ് ഇട്ടു. ദെൻ 2z-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2z+2 ആണ് ഇവിടെ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, ഇനി ടു ഫംഗ്ഷൻസ് എഫ് ഇൻറ്റു ജി. പ്രൊഡക്റ്റ് എടുത്തു. പ്രൊഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് എന്തിന് ഈക്വലാണ്? എഫ് ഡാഷ് ഇൻറ്റു ജി പ്ലസ് എഫ് ഇൻറ്റു ജി ഡാഷിന് ഈക്വലാണ്. ആൻഡ് എഫ് ബൈ ജി ക്വോഷ്യൻ എടുക്കുമ്പോൾ എഫ് ബൈ ജി ഡാഷ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ബൈ ജി എന്തിന് ഈക്വലാണ്? ജി ഇൻറ്റു എഫ് ഡാഷ് മൈനസ് എഫ് ഇൻറ്റു ജി ഡാഷ് ബൈ ജി സ്ക്വയറിന് ഈക്വലാണ്. ആൻഡ് നമുക്കൊരു റൂൾ ഉണ്ടല്ലേ, ആ ഒരു റൂള് വെച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ പറയാം? ഇപ്പോൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ വരുന്ന കേസ് എഫ് ഓഫ് ജി ഓഫ് സെറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 1/z² എടുത്തു എന്ന് കരുതുക. 1/z² എടുക്കുമ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് കോഷ്യൻറ്റും വരുന്നുണ്ട്, ദെൻ സ്ക്വയറും വരുന്നുണ്ട്. അപ്പം ഞാൻ ജി ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു z² എന്നും എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 1/z എന്നും എടുക്കുകയാണെങ്കിൽ ഇവിടെ എഫ് ഓഫ് ജി ഓഫ് സെറ്റ് എന്തായിരിക്കും എന്ന് നോക്കിക്കേ. എഫ് ഓഫ് ജി ഓഫ് സെറ്റ്, അപ്പോൾ എഫ് അങ്ങനെ തന്നെ എഴുതുക. ജി ഓഫ് സെറ്റ് എന്താണെന്ന് എഴുതുക. എന്താണ്? z² ആണ്. ദെൻ എഫ് ഓഫ് z² എന്ത് വരും? എഫ് ഓഫ് സെറ്റ് ആണെങ്കിൽ 1/z. അപ്പോൾ എഫ് ഓഫ് z² ആണെങ്കിൽ 1/z² എന്ന് വരും. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ വരികയാണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്തിന് ഈക്വൽ ആയിരിക്കും? എഫ് ഡാഷ് ഓഫ് ജി ഓഫ് സെറ്റ് ഇൻറ്റു ജി ഡാഷ് ഓഫ് സെറ്റിന് ഈക്വൽ ആയിരിക്കും. ഇതിനാണ് നമ്മൾ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ z+a² എടുത്ത് നോക്കാം. ഞാൻ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു z² എന്നും ജി ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു z+a എന്നും എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? എഫ് ഓഫ് ജി ഓഫ് സെറ്റ് എന്താ കിട്ടുക നോക്കിക്കേ. എഫ് ഓഫ് ജി ഓഫ് സെറ്റ് എന്താണ്? z+a. ദെൻ എഫ് ഓഫ് z+a എന്ത് വരും? z+a² വന്നു. അപ്പം നോക്കിക്കേ, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ വന്നില്ലേ? ഈ ഒരു കേസിൽ നമ്മൾ എങ്ങനെ ഡിഫറൻസിയേഷൻ എഴുതുമെന്ന് വെച്ചാൽ എഫ് ഓഫ് ജി ഓഫ് സെറ്റിൻ്റെ ഡെറിവേറ്റീവ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചെയിൻ റൂളിൽ ഫസ്റ്റ് എഫിൻ്റെ ഡെറിവേറ്റീവ് കാണണം. ഇവിടെ എഫ് എന്താണ്? z² അല്ലേ? അപ്പോൾ z²ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 ഇൻറ്റു എഫ് ഓഫ് സെറ്റ് ആയിരുന്നെങ്കിൽ 2 ഇൻറ്റു സെറ്റ് വരും. പക്ഷെ ഇവിടെ എഫ് ഓഫ് ജി ഓഫ് സെറ്റ് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു ജി ഓഫ് സെറ്റ് എന്തായിരുന്നു? z+a ഇൻറ്റു നെക്സ്റ്റ് എന്താണ്? ജി ഡാഷ് ഓഫ് സെറ്റ് എഴുതണം അല്ലേ? ഇവിടെ ജി ഓഫ് സെറ്റ് എന്ന് പറയുന്നത് z+a ആണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. അപ്പോൾ എന്ത് കിട്ടി? 2 ഇൻറ്റു z+a. ഓക്കെ, സോ ഇങ്ങനെയാണ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ദീസ് ആർ ദ ബേസിക് റൂൾസ് ഇൻ ദ ഡിഫറൻസിയേഷൻ. ഓക്കെ, ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. നമ്മൾ നെക്സ്റ്റ് സെറ്റ് ദ കോൺജുഗേറ്റ് ഓഫ് സെറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ എന്നാണ് ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ വരും. ഓക്കെ, so we are going to prove that set conjugate is not differentiable. So z is equal to x plus iy ആണെങ്കിൽ set conjugate, what is the conjugate of set? Which is x minus iy. But 2 plus 3i ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്താണ്? 2 minus 3i. 4 minus i ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? 4 minus i ആയിരിക്കും, അതായത് 4 plus i ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കോൺജുഗേറ്റ് കാണുന്നത്. അപ്പോൾ ഈ കോൺജുഗേറ്റ് ഞാനിപ്പോൾ എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് കോൺജുഗേറ്റ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷെ അത് ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയത്തുള്ളൂ? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയത്തുള്ളൂ, ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ റിയൽ ലൈനിൻ്റെ കേസിൽ ലിമിറ്റ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാനിപ്പോൾ ഒരു പോയിന്റ് എ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെയും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഞാനൊരു പോയിന്റ് എ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷനിൽ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആസ് എക്സ് അപ്രോച്ചസ് എന്നാണ് പറയുന്നത്. ആസ് എക്സ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ എയുടെ അടുത്തേക്ക് എക്സ് വന്നുകൊണ്ടിരിക്കും എന്നുള്ള മീനിങ്ങിൽ. അപ്പോൾ എക്സ് എയിൽ അപ്രോച്ച് ചെയ്യാന്ന് വെച്ചാൽ നോക്കിക്കേ, എനിക്ക് ഇപ്പം താൻ ഇവിടെ എയിൽ നിൽക്കുകയാണെന്ന് കരുതുക. ഇപ്പം എയിൽ നിൽക്കുകയാണെങ്കിൽ എനിക്കിത് ലെഫ്റ്റ് സൈഡിലൂടെയും തൻ്റെ അടുത്തേക്ക് വരാം, റൈറ്റ് സൈഡിലൂടെയും തൻ്റെ അടുത്തേക്ക് വരാം, ലെഫ്റ്റ് സൈഡിലൂടെയും തൻ്റെ അടുത്തേക്ക് വരാം.
ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. സോ റൈറ്റിലൂടെയും ലെഫ്റ്റിലൂടെയും മാത്രമേ വരാൻ പറ്റത്തുള്ളൂ നമ്മൾക്ക്, അല്ലെ? പക്ഷേ കോംപ്ലക്സിന്റെ കേസിൽ മാറും. കോംപ്ലക്സിന്റെ കേസിൽ ഞാൻ പറഞ്ഞു നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ പ്ലെയിനിലുള്ളതാണ് കോംപ്ലക്സ് നമ്പറിൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു പോയിന്റ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ പോയിന്റിലോട്ട്, അതായത് താനിപ്പോൾ ഇതൊരു ഫ്ലോർ ആയിട്ടൊന്ന് കരുതിയിരിക്കാം, ഒരു ഓക്കെ ഏരിയയിൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് ഏരിയ ആയിട്ട് കരുതുക. ആ ഗ്രൗണ്ട് ഏരിയയിൽ ഒരു പോയിന്റ് ഞാൻ എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് വെച്ചു സെറ്റ്. തനിക്ക് ഈ സെറ്റിലോട്ട് ഏത് വഴി വേണമെങ്കിലും വരാം, അല്ലെ? ആ ഗ്രൗണ്ടിലെ നടുക്കുള്ള പോയിന്റിലോട്ട് സപ്പോസ് തനിക്ക് ഏതൊക്കെ മൂലയിൽ നിന്ന് വരാം? ഒരു സൈഡിൽ നിന്ന് മാത്രമേ വരാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ലല്ലോ. ഇതാ ഈ വഴിയെ വരാം, ഈ വഴിയെ വരാം, ഇതിലെ വരാം, ഇതിലെ വരാം, ഇങ്ങനെയൊക്കെ വരാം. സോ ഇപ്പൊ ഞാൻ ഈ പോയിന്റിനെ സെറ്റ് നോട്ട് എന്ന് പറയുന്നു. ഓക്കെ, സെറ്റ് ടെൻഡിങ് ടു സെറ്റ് നോട്ട് എന്ന് പറയുമ്പോൾ, സെറ്റ് അപ്രോച്ചസ് സെറ്റ് നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് രണ്ട് വഴിയല്ല, ഏത് വഴിയിൽ കൂടെ വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പൊ അത് മൈൻഡിൽ വെക്കുക. ഏത് വഴിയിൽ കൂടെ വേണമെങ്കിലും നമുക്ക് സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിലോട്ട് വരാവുന്നതാണ്. Now, ഫോർ എക്സാമ്പിൾ ഞാൻ 0 എടുത്തു. ഈ 0 ഇവിടെ 0 ആണല്ലോ വരിക. 0 എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതുമ്പോൾ, ഓക്കെ, 0 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നോക്കിക്കേ ഈ ആക്സിസ് വഴിയേ വരാം, അല്ലേ? അല്ലെങ്കിൽ ഈ ആക്സിസ് വഴിയേ വരാം, അല്ലെങ്കിൽ ഇതാ ഇതിലെ വരാം, അല്ലെങ്കിൽ ഇതാ താഴെ നിന്ന് വരാം, ഇങ്ങനെയും വരാം, ഇങ്ങനെയൊക്കെ വരാം നമ്മൾക്ക്, അല്ലേ? അപ്പൊ ഞാനിതാ ഈ ആക്സിസ് വഴിയാണ് വരുന്നതെങ്കിൽ ഇവിടെ ഓർഡേഡ് പെയർ ആയിട്ടല്ലേ പോയിന്റ് ഉള്ളത്. ഈ പ്ലെയിനിൽ മൊത്തം ഓർഡേഡ് പെയർ ആയിട്ട് എക്സ് വൈ എന്ന് ഓർഡേഡ് പെയറിലാണ്, അല്ലെങ്കിൽ ഇതിനെ തന്നെയാണ് നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതുന്നത്. ഓക്കെ, അതിലൊന്നും കൺഫ്യൂഷൻ വേണ്ട. ഈ രണ്ട് രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. ഇപ്പൊ ഞാനിത് ഈ വഴിയാണ് വരുന്നതെങ്കിൽ ഇത് ആക്സിസ് പോയിന്റ് അല്ലേ? ഇവിടെ ഫസ്റ്റ് കോർഡിനേറ്റ് എക്സ് എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെ? 0ന്റെ പോസിറ്റീവ് വാല്യൂസ് ഉണ്ടാവുക. എന്നാൽ ഇവിടെ വൈ എന്തായിരിക്കും? വൈ 0 ആയിരിക്കത്തില്ല. ഈ ആക്സിസിൽ ത്രൂ ഔട്ട് വൈ 0 അല്ലേ? അപ്പൊ എനിക്ക് എന്താണ്? ഈ ആക്സിസിൽ വൈ 0 ആയിരിക്കും. അതിന്റെ ഫസ്റ്റ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഇനി ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലെ ആക്സിസിലൂടെയാണ് വരുന്നതെങ്കിലോ, ഇവിടെ നമ്മൾക്ക് എന്താണ്? വൈ 0 ആയിരിക്കും, പക്ഷെ എന്താണ്? ഫസ്റ്റ് കോർഡിനേറ്റ് ആയ എക്സ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. കാരണം അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് ടെൻഷൻ ആവുമല്ലോ. നമ്മൾക്ക് ഈ ഫംഗ്ഷൻ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കോൺജുഗേറ്റ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താലേ നമുക്ക് ഡെറിവേറ്റീവ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എന്ത് കൺസിഡർ ചെയ്തു? എഫ് ഓഫ് സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് മൈനസ് എഫ് ഓഫ് സെറ്റ് ബൈ ഡെൽറ്റ സെറ്റ് കൺസിഡർ ചെയ്തു. ഓക്കെ, ദെൻ ഇതിൽ എഫ് ഓഫ് സെറ്റ് ആയിരുന്നെങ്കിൽ സെറ്റ് കോൺജുഗേറ്റ് വരും. ഇപ്പൊ എഫ് ഓഫ് സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് ആണെങ്കിൽ എന്ത് വരും? സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് കോൺജുഗേറ്റ് മൈനസ് സെറ്റ് കോൺജുഗേറ്റ്. ഓക്കെ, ദെൻ ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ്. ഇനി നമ്മൾക്കറിയാം 2 കോംപ്ലക്സ് നമ്പേഴ്സ് Z1 Z2 എടുത്തു കഴിഞ്ഞാൽ Z1 പ്ലസ് Z2 കോൺജുഗേറ്റ് എന്ന് പറയുന്നത് Z1 കോൺജുഗേറ്റ് പ്ലസ് Z2 കോൺജുഗേറ്റിന് ഈക്വൽ ആണ്. Z1 കോൺജുഗേറ്റ് പ്ലസ് Z2 കോൺജുഗേറ്റിന് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ Z പ്ലസ് ഡെൽറ്റ സെറ്റ് ഓൾ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? സെറ്റ് കോൺജുഗേറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് കോൺജുഗേറ്റിന് ഈക്വൽ ആണ്. അപ്പൊ അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാം? സെറ്റ് കോൺജുഗേറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് കോൺജുഗേറ്റ് മൈനസ് സെറ്റ് കോൺജുഗേറ്റ് ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെറ്റ് എന്ന് വരും, അല്ലേ? ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ ഇവിടെ സെറ്റ് കോൺജുഗേറ്റ് ഉണ്ട് മൈനസ് സെറ്റ് കോൺജുഗേറ്റ് ഉണ്ട്. സോ രണ്ടും ക്യാൻസൽ ആയിട്ട് ന്യൂമറേറ്ററിൽ പിന്നെ എന്താണുള്ളത്? ഡെൽറ്റ സെറ്റ് കോൺജുഗേറ്റ് ബൈ ഡെൽറ്റ സെറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഡെൽറ്റ സെറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ ഐ വൈ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ സെറ്റ് കോൺജുഗേറ്റ് എന്തായിരിക്കും? ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ ആയിരിക്കും, അല്ലേ? ഇപ്പൊ ഞാനത് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്ന് വരും, അല്ലേ? അപ്പൊ ഇതിന്റെ അപ്പൊ ദിസ് വൺ ഈസ് ഈക്വൽ ടു നമ്മൾക്ക് എന്ത് കിട്ടി? ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ ലിമിറ്റ്
സെഡ് നോട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾക്ക് ഫംഗ്ഷൻ ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് കിട്ടുക അല്ലേ. അപ്പം ഞാനത് നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. സോ ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്ക് രണ്ട് വഴിയിൽ പോവാം. ഡെൽറ്റ സെഡ് എങ്ങോട്ടാണ്? സീറോയിലോട്ട്, ഒറിജിനിലോട്ട് പോകണം. അപ്പോൾ ഞാൻ എന്തെടുത്തു? ആക്സിസിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്യുകയാണെന്ന് കരുതാം. അപ്പോൾ ആക്സിസിലൂടെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. ഈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 എന്ന് ഞാൻ എടുത്തു. ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇതും 0 ആവും, ഇതും 0 ആവും. പിന്നെ ഇവിടെ എന്തേ ഉണ്ടാകത്തുള്ളൂ? മൈനസ് ഐ ഡെൽറ്റ വൈ ബൈ ഐ ഡെൽറ്റ വൈ ഉണ്ടാവും അല്ലേ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് -1 ഇൻറ്റു ഐ ഡെൽറ്റ വൈ അല്ലേ, ബൈ ഐ ഡെൽറ്റ വൈ ഉണ്ട്. ഇത് രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? -1 കിട്ടും അല്ലേ. സോ നോക്കിക്കേ, ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് ഓഫ് സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് മൈനസ് എഫ് ഓഫ് സെറ്റ് ബൈ ഡെൽറ്റ സെറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? മൈനസ് ഐ ഡെൽറ്റ വൈ ബൈ ഐ ഡെൽറ്റ വൈക്ക് ഈക്വൽ ആണ്. സോ ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് എന്ത് കിട്ടി? -1 കിട്ടി. ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇത് തന്നെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടി അല്ലേ. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എന്താണ്? വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. സോ ഈ ഒരു കേസിൽ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 ആവുന്നേരം ഇത് എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? -1ലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ദിസ് കോഷ്യന്റ്, ഇതിനെ കോഷ്യന്റ് എന്ന് പറയുമ്പോൾ ദിസ് കോഷ്യന്റ് അപ്രോച്ചസ് -1 along ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0. ഈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 എടുത്തതുപോലെ ഡെൽറ്റ വൈ ഈക്വൽ ടു 0 എടുക്കാം. ഡെൽറ്റ വൈ ഈക്വൽ ടു 0 എടുക്കുമ്പോൾ നമ്മൾക്ക് കോഷ്യന്റ് എന്തായിട്ട് കിട്ടും? നോക്കിക്കേ, ഡെൽറ്റ വൈ ഈക്വൽ ടു 0 ആവുന്നേരം ഇത് മൊത്തത്തിൽ 0 ആയിരിക്കും, ഈ ടേം 0 ആയിരിക്കും. ദെൻ ഇവിടെ എന്താണ്? ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് ഉണ്ടാവുള്ളൂ, രണ്ടും ക്യാൻസൽ ആയിട്ട് 1 കിട്ടും. സോ ഡെൽറ്റ വൈ ഈക്വൽ ടു 0 ആവുന്നേരം നമ്മൾക്ക് എന്ത് കിട്ടി? ദിസ് കോഷ്യന്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. സോ എലോങ് ഡെൽറ്റ വൈ ഈക്വൽ ടു 0 ദിസ് കോഷ്യന്റ് അപ്രോച്ചസ് 1 ആണ്. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ഡെൽറ്റ സെറ്റ് 0ലോട്ട് പോവുക എന്ന് പറയുന്നത് ഒന്നുകിൽ എലോങ് ദിസ് വേ പോവാം, അല്ലെങ്കിൽ എലോങ് ഈ ഒരു വഴിയിൽ പോവാം. അപ്പോൾ രണ്ടായാലും ലിമിറ്റ് ഡിഫറെന്റ് കിട്ടി, -1ഉം 1ഉം കിട്ടി. ലിമിറ്റ് എല്ലാം ഈക്വൽ ആവുന്നവരെ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് സൈഡിലൂടെ വന്നപ്പോൾ നമുക്ക് എന്താണ്? ഡിഫറെന്റ് ലിമിറ്റ് കിട്ടി, ഡിസ്റ്റിങ്ക്റ്റ് ലിമിറ്റ് കിട്ടി. സോ ദിസ് ഫംഗ്ഷന്, ഈ ഒരു എക്സ്പ്രഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാം. സോ ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. So the function is not differentiable at any point. Arbitrary point സെറ്റില്ല പറഞ്ഞിരിക്കുന്നത്. So the function is not differentiable at any point. Okay.